ഇന്ന് നമുക്കൊരു പൊരിയപ്പം ഉണ്ടാക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് ഗ്യാസിൽ തീ കത്തിക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഏലക്കയും അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല വറുത്തെടുക്കണം. നല്ല പൊരി അരിക്കണം, ഫ്രൈ ആവണം. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് 2 കപ്പ് വെള്ളവും 1.5 കപ്പ് ശർക്കര ഇട്ട് നല്ല തിളപ്പിച്ചെടുക്കുക. അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്. നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ ഇട്ട് കൊടുക്കാം. ഇനി അതേ പാത്രം വെച്ചിട്ട് അതിൽ 2 കപ്പ് പൊരി ഇട്ട് കൊടുക്കാം. പൊരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പൊരി വറുത്തെടുത്തിട്ടുണ്ട്, അത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. പൊരി വറക്കുമ്പോൾ ചെറിയ തീ വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് എള്ളിട്ട് വറുത്തെടുക്കാം. ഏത് എള്ള് വേണമെങ്കിലും എടുക്കാം. ഞാൻ കറുത്തതാണ് എടുത്തിരിക്കുന്നത്. വെള്ളത് വേണമെങ്കിലും ഉപയോഗിക്കാം. എള്ളൊന്ന് വറുത്തെടുക്കാം. ഇനി ജാറിൽ പൊരിയിട്ട് കൊടുക്കാം. മിക്സിയിൽ ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച പൊരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കാം, പൊടിച്ച എള്ളിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്തത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ പൊരിയപ്പം ഉരുട്ടി വെച്ചിട്ടുണ്ട്. പൊരിയെല്ലാം മിക്സ് ചെയ്തത് ഉരുട്ടി നല്ലതുപോലെ വെച്ച് 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുക. 1/2 മണിക്കൂർ. മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ട് അതിൽ കുതിർത്തി വെച്ച് അരി ഇട്ട് കൊടുക്കുക. 1 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക, നല്ല അരച്ചെടുക്കുക. അരി അരച്ചെടുത്തിട്ടുണ്ട്, അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നല്ലതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഈ പരിവാവണം. ഇനി അതിൽ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുട്ടയുടെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നല്ലതുപോലെ തിളയ്ക്കണം. നേരത്തെ ഉരുട്ടി വെച്ച പൊരി ഉണ്ട ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മളെ പൊരിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക്